ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോൻസീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തീയലാണ്. തീയലിനായി 3 വഴുതനങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനാവശ്യമായ ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള വാളംപുളി ഒരു ബൗളിൽ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിനാവശ്യമായ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അതിനായി നമ്മൾ ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടായ പാനിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെ നമുക്ക് ചൂടാക്കിയെടുക്കാം. 1 കപ്പ് അളവിലാണ് നമ്മൾ തേങ്ങ എടുത്തിരിക്കുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. കോക്കനട്ട് ലൈറ്റ് ബ്രൗൺ ആയിരിക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ എല്ലാം ചെറിയ ബ്രൗൺ കളറായി വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിന് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം മൂപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനാവശ്യമായ നമ്മൾ എടുത്ത് വെച്ചിരുന്ന 3 വഴുതനങ്ങയെ നമ്മൾ കട്ട് ചെയ്തൊരു പാത്രത്തിൽ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കറ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അത് കറക്കാതിരിക്കാനും അതിൻ്റെ കറ ഇറങ്ങാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ഇനി അതിനെ പിഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തോടെ ഇടുകയാണ്. അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിരുന്നു. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് ചെറിയ ഒണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് സ്വല്പം അതിലോട്ട് ടെർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങ അത് തണുത്തിരിക്കുകയാണ്. അതിനെ നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട്. നമ്മുടെ വഴുതനങ്ങ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം എല്ലാം വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പുളി എടുത്ത് വെച്ചായിരുന്നു. അതിനെ നമുക്ക് അരിച്ച് പുളിവെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിനെ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അത് ആക്ച്വലി വെന്തു. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അതിനെ വേവിക്കാം. അത് 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പെല്ലാം മാറ്റിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അടപ്പെല്ലാം മാറ്റി നോക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഉപ്പ് കുറച്ച് കുറവാണ്. നമുക്ക് അതിനോട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളതിലോട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കുറച്ച് വഴുതനങ്ങ നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. നമ്മുടെ കറി അത്യാവശ്യം കുറുകി വന്നിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചേർത്തത്. അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ അതിന് ആ വഴുതനങ്ങ തീയലിന് ഒരു പ്രത്യേക രുചിയാണ്. കുറച്ച് നേരം നമുക്ക് അതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇനി അതിലോട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനായി വേറൊരു പാനിൽ അടുപ്പ് വെച്ച് ചൂടായപ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ചൂടായി അതിലോട്ട് കടുകിനെ ഇടാം. കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ലൈറ്റ് ബ്രൗൺ ആയിരിക്കുകയാണ്. അതിലോട്ട് വറ്റൽമുളക് ആഡ് ചെയ്യാം. അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടെ മൂത്ത് വന്നിരിക്കുകയാണ്. നമുക്കിതിനെ വഴുതനങ്ങ തീയലിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണിയെല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിരിക്കുകയാണ്. അതിനെ നമ്മുടെ വഴുതനങ്ങ തീയലിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കതിനെ അടച്ച് വെക്കാം. അതിൻ്റെ ഗ്രാണമെല്ലാം വഴുതനങ്ങ തീയലിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ വഴുതനങ്ങ തീയൽ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.